എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ താഴത്ത് കടയിൽ പണിക്ക് വന്നപ്പോൾ അവിടെ ഒരു പണിക്കാരൻ പറഞ്ഞ് നമ്മളെ റൂമിൽ ഒരു ഫ്ലഗ് കേടായിന്ന്. അങ്ങനെ ആ ഫ്ലഗ് ഞാൻ മാറ്റി കൊടുത്തു. അതാണ് ഫ്ലഗ് കേട്ടാ. എന്നിട്ട് ഇതാണ് ആദ്യത്തെ ഉണ്ടായ 2 പിന്നിൻ്റെ ഫ്ലഗാണ്. ഇതൊക്കെ മാറ്റിയിട്ട് ഞാനിപ്പോൾ എന്താക്കി 3 പിന്നിൻ്റെ ഫ്ലഗ് വെച്ച്. പക്ഷെ ഞാൻ അത് പറയാനല്ല കേട്ടാ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രവാസ ലോകത്തുള്ള പ്രവാസികളുടെ റൂം കാണാത്ത ഒരുപാട് ഭാര്യമാരുണ്ട്. ധ്യാൻ്റെ കട്ടിംഗ് പ്ലെയറും ഇതെല്ലാം നട്ടാ. ആ ഭാര്യമാരൊക്കെ കാണണം ഞങ്ങളുടെ ഭർത്താവ് എവിടെയാണ് താമസിക്കുന്നത് എന്നും ഭർത്താവിൻ്റെ റൂം എന്താണെന്നും എല്ലാ സഹോദരിമാരും ഉമ്മമാരൊക്കെ കാണണം, മക്കളും കാണണം കേട്ടാ. ഇതാണ് മക്കളെ ഓരോ പ്രവാസികളായ ബാച്ചിലറായി താമസിക്കുന്ന ബാപ്പയുടെ റൂം. എൻ്റെ മക്കളോടൊക്കെ പറയാനുള്ളത്, ബാപ്പ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിങ്ങളാരും ബാപ്പയുടെ കാര്യത്തെക്കുറിച്ച് ആരും ആലോചിക്കാറില്ല. ബാപ്പ പ്രവാസ ലോകത്ത് എങ്ങനെയാണെന്നും ഒന്നും. ഇതൊക്കെയാണ് കണ്ട, ഇതിൻ്റെ റൂം ഇതാണ് ബെഡ്റൂം കേട്ടാ. ഇതിൻ്റെ അടിയിലാണ് മറ്റേ സ്റ്റോർ റൂം, സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇതിൻ്റെ അടിയിലാണ്. കട്ടിൽ നമ്മളെ ബെഡ്റൂം ഇതാണ്, ഡൈനിങ് ടേബിൾ ഇതാണ്, അതുപോലെ തന്നെ കിച്ചൺ ഇതാണ്. അങ്ങനെ എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടാ. ഈ ഒരു റൂമിൻ്റെ ഉള്ളിലാണ്. നാട്ടിൽ 4 നില വീട്, 2 നില വീട്, 8 ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നിട്ട് ബാപ്പ ലീവിന് വന്നിട്ട് കിടക്കുന്ന റൂമുകളാണിത്. ഇത് പറയാനുള്ള കാരണം എൻ്റെ മക്കളൊക്കെ, ഭാര്യമാരും മക്കളൊക്കെ അറിയണം. അറിയാത്തവർ ബാപ്പയുടെ റൂം എന്താണെന്നൊക്കെ നോക്കിയ കട്ടിൻ്റെ അടിയിലാണ് പാത്രങ്ങളും എല്ലാം ഇല്ലത്. അപ്പോൾ വെറുതെ വയക്കിടുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. എന്തെങ്കിലും എല്ലാം ചെയ്തിട്ടുണ്ടാവും. ഒരു മാസം എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കി എന്നൊക്കെ ചോദിക്കുന്ന ഭാര്യമാരുണ്ടാവും. അതുപോലെ തന്നെ പല മക്കളും ഉണ്ട്. ഉപ്പ ഇത്രയും കാലം ഗൾഫിൽ പോയി നമുക്ക് എന്താക്കിയെന്ന്. പക്ഷെ ഉപ്പാനെ കുറിച്ച് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ മക്കളും ഭാര്യമാരൊക്കെ ഇത് കാണണം.